പകർച്ചവ്യാധി ആശങ്ക ഒഴിയാതെ സംസ്ഥാനം. ഇന്നലെയും ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം 100 കടന്നു. ഇന്നലെ മാത്രം 146 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ജപ്പാൻ ജ്വരം, മഞ്ഞപ്പിത്തം, ഇൻഫ്ലുവൻസ, എലിപ്പനി എന്നിവ ബാധിച്ച 4 മരണവും സ്ഥിരീകരിച്ചു. ഷിഗല്ല വ്യാപനവും നിയന്ത്രണത്തിലായിട്ടില്ല. ഇതോടെ ആരോഗ്യവകുപ്പ് നടത്തുന്ന ഡ്രൈ ഡേ ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലപ്രദമാകുന്നില്ല എന്നുള്ള ആശങ്ക ഉയരുകയാണ്. ജി പ്രതീക്ഷുണ്ട്. പ്രതീക്ഷ, ഇപ്പോൾ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളുമുണ്ട്, പകർച്ചപ്പനികളുമുണ്ട്. ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആശുപത്രികളിലാകെ വലിയ തിരക്കാണ്. വരും ദിവസങ്ങളിലും മഴ തുടരും എന്നുകൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊക്കെയുള്ളൊരു പ്രതിവിധി? സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ഫലപ്രദമാണോ? എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷ? ഷിഹാസ, പകർച്ചപ്പനി, ഷിഗല്ല പോലുള്ള ജലജന്യ രോഗങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക സംസ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്നലെ മാത്രം 7 പേർക്ക് സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി തന്നെ ഈ വർഷം ഇതുവരെ 288 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. പകർച്ചപ്പനി കേസുകളും വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 11,000-ന് മുകളിൽ പേരാണ് പ്രതിദിനം പനി ബാധിച്ച് സംസ്ഥാനത്ത് ചികിത്സ തേടുന്നത്. ഇതിൽ 140 മുകളിൽ ആളുകൾക്ക് ഇന്നലെ മാത്രം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഒപ്പം ഈ വർഷം ഇതുവരെ 19 പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത്. ഒപ്പം ഈ എലിപ്പനി കേസുകളും ഇൻഫ്ലുവൻസ, ജപ്പാൻ ജ്വരം അടക്കമുള്ള രോഗങ്ങളും സംസ്ഥാനത്ത് വർദ്ധിക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ഡ്രൈ ഡേ ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടപ്പാക്കിയിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് താളം തെറ്റിയിരുന്നു. ഒപ്പം ഈ ഡ്രൈ ഡേയും ഫലപ്രദമാകുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇടവിട്ടുള്ള മഴയാണ് പ്രധാനമായും ഈ പകർച്ചവ്യാധി കേസുകൾ ഉയർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോഴും പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ പകർച്ചവ്യാധി കേസുകളിൽ വലിയ വർധന ഉണ്ടാകും എന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത ഇക്കാര്യത്തിൽ ഓരോരുത്തരും എടുക്കണം. ഈ സ്വയം ചികിത്സ ഒഴിവാക്കി ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടണമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്നത്. ശരി, MG പ്രതീഷ്.